അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 3-4 വാക്യങ്ങൾ. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി അതിന്റെ ആദ്യം തൊട്ട് വായിച്ചേ, 1-ാമത്തെ വാക്യം തൊട്ടേ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായെ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് ഹല്ലേലൂയ ദൈവസഭയ്ക്കകത്ത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു എന്നാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ സത്യവചനത്തിന് മുൻപാകെ ഞങ്ങളായിരിക്കുന്നു. വചനം ധ്യാനിക്കുവാൻ, വചനം മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. അടിയന്റെ വായിലെ വാക്കുകൾ നിന്റെ ജനത്തിന്റെ ഹൃദയത്തിന്റെ ധ്യാനം യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. ദൈവമല്ലാത്ത ഒരു വാക്കും എന്നിൽ നിന്നുണ്ടാകാതെ ദൈവം അടിയനെ നിയന്ത്രിക്കണം. യേശു നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. 1-ാമത്തെ വാക്യം അതിനാൽ മുൻപ് വായിച്ച വാക്യങ്ങളിലേക്കും നമ്മൾ കടന്നു വരും. 1-ാമത്തെ വാക്യത്തിൽ നാം അവിടെ കാണുകയാണ് അന്ത്യോക്യയുടെ സഭയിൽ. അന്ത്യോക്യ ഹല്ലേലൂയ ആ സഭയുടെ ഒരു പ്രത്യേകതയുണ്ട്. അന്ത്യോക്യയിലെ സഭയ്ക്ക് വെച്ചാണ് വിശ്വാസികൾക്ക്, ഈ മാർഗക്കാർക്ക് പ്രൈസ് ദി ലോർഡ്, ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ആദ്യമായി ലഭിക്കുന്നത് നമുക്ക് വായിക്കാം. 11-ാം അധ്യായം, പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നു, അവർ ഒരു സമ്മത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ആദ്യം അന്ത്യോക്യയിൽ വെച്ച്, എവിടെ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിച്ചത്? അന്ത്യോക്യയിൽ വെച്ചാണ്. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുവാൻ ഇടയായിട്ടത്. അതേ അന്ത്യോക്യയിലെ സഭയിൽ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കുറഞ്ഞത് 5 പ്രവാചകന്മാരുടെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? 5 പ്രവാചകന്മാർ ആ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്നോട് വായിക്കും. നിങ്ങൾ വായിച്ചു നോക്കി. വേറെ എടുത്ത് നോക്കിയേ. സഹോദരിമാർ അല്ലെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും എടുത്തേ. സഹോദരിമാർ ആരെങ്കിലും വായിച്ചേ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും. 5 പ്രവാചകന്മാരുടെ പേര് അവിടെ പറഞ്ഞേ. ആ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു സഭയ്ക്കകത്ത്. ആമേൻ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളെല്ലാം ഉണ്ട്. പ്രവാചകന്മാർ, ഈ ശുശ്രൂഷകന്മാർ എല്ലാം സഭയ്ക്കകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാർ, ഇടയന്മാരും ഒക്കെ സഭയ്ക്കകത്ത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഹല്ലേലൂയ, യേശു ക്രിസ്തു എന്ന അടിസ്ഥാന കല്ലിന് മീതെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആണ് ദൈവം സഭ കെട്ടുപണിയുന്നത് എന്ന് നമ്മൾ വചനത്തിലൂടെ വായിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ നോക്കണം, ഈ സഭയ്ക്കകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത് ഈ ശുശ്രൂഷകരെല്ലാം വേണമെന്ന് പറയുന്നൊരു കാര്യം, സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് കെട്ടിപ്പടുക്കണമെങ്കിൽ സഭയ്ക്കകത്ത് ഈ 5 ഹോൾഡ് മിനിസ്ട്രി വെളിപ്പെടുവാൻ ഇടയായിത്തീരണം. ഇത് ദൈവം നമുക്ക് നൽകുവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു പ്രത്യേക കാറ്റഗറി, ചില പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമല്ല. സഹോദരൻ പറഞ്ഞു, പഴയ നിയമത്തിന്റെ മഹാപുരോഹിതന്മാർ എല്ലാവരും അഹരോന്യ കുലത്തിൽപ്പെട്ടവരായിരുന്നു. അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. എന്നാൽ അത് പഴയ നിയമത്തില്. പുതിയ നിയമത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ കൃപയും അപ്പോസ്തലത്വവും ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്നു എന്ന റോമാലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങളുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ടത്. അവനിൽ നിന്നല്ലോ കൃപയും അപ്പോസ്തലത്വവും ഞാൻ പ്രാപിച്ചതും വിശ്വസിക്കുന്ന നിങ്ങളും ആ കാറ്റഗറി വരുന്നു എന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്നോട് ഒരുമിച്ച് കടന്നു പോരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയാണെങ്കിൽ സഭയുടെ കെട്ടുപണിക്ക് അപ്പോസ്തലന്മാർ വേണം,
പ്രവാചകന്മാർ വേണം. പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് ദൈവിക അരുളപ്പാടുകളെ അറിയിക്കുന്നതാണ് ശുശ്രൂഷ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ അവൻ ജനത്തോട് പറയുന്നതാണ് പ്രവചന ശുശ്രൂഷ. തെറ്റിദ്ധരിച്ചു പോകുന്നത് പലപ്പോഴും ജനം തെറ്റിദ്ധരിക്കുന്ന ഒരു ദൗത്യമാണ്, ഒരു ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രവചന ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോട് കേട്ടിരിക്കണമേ. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കാം, അഭിഷേകം പ്രാപിച്ചവർക്കും പ്രാപിക്കാത്തവർ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം, ഒരു പ്രവാചകനായി പ്രവാചകിയായി ദൈവം എന്നെ അനോയിൻമെന്റ് ചെയ്യണമേ എന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് അത് ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുക എന്നതാണ്. ഒന്ന്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് പ്രവചന ശുശ്രൂഷകൾ പഴയ നിയമത്തിൽ ചെയ്യുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, യഹോവയുടെ അരുളപ്പാടുകളെ അറിയിക്കുന്ന, ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കുന്നതാണ് പ്രവചന ശുശ്രൂഷ. രണ്ട്, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നതാണ് പ്രവചന ശുശ്രൂഷ. അത് പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഈ ക്രമം ഒരിക്കലും മാറിപ്പോയിട്ടില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ് ബോധ്യം വരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, പാപം ചെയ്യുന്ന സമൂഹത്തോടുള്ള പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരോട് ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ദേശം ഭരിക്കുന്ന ദാവീദ് രാജാവിന്റെ മുഖത്ത് നിന്ന് നോക്കിക്കൊണ്ട് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ പാപം ചെയ്ത മനുഷ്യൻ നീയാകുന്നു. പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാൻ ഒരു ദാതാ പ്രവാചകനെ ദൈവം ഒരുക്കിയതായി നാം കാണുന്നു. വ്യത്യസ്തമായ പുസ്തകങ്ങളിൽ നാം എല്ലാം കാണുന്നത് ഇപ്രകാരത്തിൽ പാപത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ ജനത്തിന് മുന്നറിയിപ്പ്, ജനത്തിന് ബോധ്യം കൊടുക്കുന്ന ശുശ്രൂഷകരെ നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമതായും കാണുന്നത് ഇത് അതിന് മുഖാന്തരം ഉണ്ടാകുന്ന ഒരനന്തര ഫലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാകുന്നു. നമുക്ക് തിരുവചന ഭാഗങ്ങളിൽ അതും കാണാൻ സാധ്യമാണ്. വ്യത്യസ്തമായ അഭിഷക്തന്മാർ ഹല്ലേലൂയ, നോഹ എന്ന് പറഞ്ഞ പ്രവാചകനും നിനവെ പട്ടണത്തിലേക്ക് ദൈവം അയച്ചിട്ട് പറയാം, ഒരു ന്യായവിധി നിനക്കെതിരെ വരാൻ പോകുക. ആ ന്യായവിധിയെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ന്യായവിധിയെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന അനേക ഭാഗങ്ങൾ പ്രവാസത്തിലേക്ക് പോകാൻ ഇടയായിത്തീരും, യുദ്ധം ഞെരുക്കം വരാനിടയായിത്തീരും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന അനേക പ്രവാചകന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാലാമത് നമ്മൾ കാണുന്ന ദൈവത്തിന്റെ സ്വഭാവത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പഴയ നിയമത്തിൽ പ്രവാചക ശുശ്രൂഷ. ഈ ശുശ്രൂഷകൾ ഒന്നും തന്നെ ഈ ഘടനയ്ക്ക് വ്യത്യാസം വരുന്നില്ല. അവിടെ പറയുകയാണ്, ദൈവം കരുണയുള്ളവനാ, ദൈവം കൃപയുള്ളവനാ. ഹോശേയ പ്രവാചന പുസ്തകം വായിക്കുമ്പോൾ ഇവിടെ കാണുകയാണ്, തുള്ളൻ തിന്നതും വെട്ടുക്കിളി ശേഷിപ്പിച്ചതും, വെട്ടുക്കിളി ശേഷിപ്പിച്ച പച്ചപ്പുഴി നിന്നതും വെട്ടിൽ തിന്നുകളഞ്ഞതുമായ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞ് ആരംഭിച്ചതായ പ്രവാചക പുസ്തകം അവസാനിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ, ആ കാലഘട്ടം നിങ്ങൾ ദൈവത്തെങ്കിലും തിരിയാൻ ഇടയാകുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ മനസ്സിലിവ് കാണിക്കും. ദൈവം നിങ്ങളുടെ മനസ്സിലിവ് കാണിച്ച് ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ മേൽ ഉണ്ടാകുമ്പോൾ തുള്ളൻ തിന്നതും വെട്ടുക്കിളി ശേഷിപ്പിച്ച പച്ചപ്പുഴി തിന്നതും വിട്ടിൽ തിന്നുകളഞ്ഞതുമായ കാലഘട്ടങ്ങൾക്ക് ഒരു നന്മയുടെ സമ്മിശ്രത്തെ ഞാൻ നിനക്ക് പകരമായി മടക്കി നൽകുമെന്ന് പറഞ്ഞ് ദൈവിക സ്വഭാവത്തെ അവിടെ പ്രകടമാക്കുക പ്രവാചകൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിന്റെ ഏടുകളിൽ നോക്കുമ്പോൾ സ്തോത്രം, പുസ്തകത്തിന്റെ ക്രമത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ വലിയ പ്രവാചകന്മാർ 4. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. 4 പ്രവാചകന്മാരെ നമുക്ക് അവിടെ ദാനിയേൽ എന്നീ 4 പ്രവാചകന്മാരെ കാണാൻ സാധ്യമാണ്. എന്നാൽ സ്തോത്രം, ഹോശേയ മുതൽ മലാഖി വരെ 14 ചെറിയ പ്രവാചകന്മാരെയും കാണാം. വിശുദ്ധ ബൈബിളിന്റെ പുസ്തകത്തിന്റെ ക്രമത്തിൽ, പുസ്തകത്തിന്റെ അധ്യായങ്ങളുടെ ക്രമത്തിൽ, വാക്യങ്ങളുടെ ക്രമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ 4, പഴയ നിയമത്തിൽ 4 വലിയ പ്രവാചകന്മാരും 14 ചെറിയ പ്രവാചകന്മാരും ഉണ്ട്. ഞാനത് പറഞ്ഞു പോകുന്നുള്ളൂ. ഞാൻ വിഷയ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രവാചക ശുശ്രൂഷ പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്ന വസ്തുത മനസ്സിലാക്കാൻ ഇടയായി തീരണം. എന്താണ് പ്രവചന ശുശ്രൂഷ? പ്രവാചക ശുശ്രൂഷ എന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കുകയാണ്, ദൈവത്തെങ്കിലേക്ക് ജനത്തെ തിരിച്ചുവിടുകയാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത്, പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഭൗമികമായ അനുഭവങ്ങളെ കുറിച്ചും നന്മകളെ കുറിച്ചും ഒക്കെ വിളിച്ചു പറയുന്നതാണ് പ്രവചന ശുശ്രൂഷ എന്ന ഒരു ചിന്താഗതിയിലേക്ക് സമൂഹം അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ.
വായിക്കാം. 12 വേദഭാഗങ്ങൾ വായിക്കാൻ പോകുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായം, നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗമാണ്. 15-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ 32-ാമത്തെ മുമ്പ് വായിച്ചത്. സ്തോത്രം. 15-32. അവിടെ നോക്കിയേ. നമ്മൾ ഈ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരിക. പഴയ നിയമത്തിലും പ്രവാചകന്മാരുണ്ടായിരുന്നു, പുതിയ നിയമത്തിലും പ്രവാചകന്മാരുണ്ടായിരുന്നു. അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്ത് അവരെ ഈ ആശ്വാസവചനം വായിച്ച് അവരെ സന്തോഷിപ്പിച്ചു. അന്ത്യോക്യയിലെ പ്രവാചകന്മാർ 5 പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ കിട്ടും. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അന്ത്യോക്യയിലേക്ക് ദൈവ നിയോഗത്താൽ പ്രവാചകന്മാരെ അയക്കുവാണ്. യൂദായും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാൽ സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. സഹോദരങ്ങളെ നിത്യതയിലേക്ക് അവരെത്തിക്കുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഞാൻ നിങ്ങളോട് പറയുന്ന ശ്രദ്ധയോടെ എടുക്കണം. എന്നെയും നിങ്ങളെയും നിത്യതയിലെത്തിക്കുക എന്നതാണ് ആത്യന്തികമായി ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതിയുടെ പൂർത്തീകരണമായിട്ടാണ് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുയേശുവിനെ പ്രവചന ഭാഗങ്ങളുടെ നിവൃത്തീകരണം എന്ന വണ്ണം പ്രവചന ഭാഗങ്ങളുടെ നിവൃത്തീകരണമായി തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതും ക്രൂശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും മരിച്ച് പുനരുത്ഥാനം ചെയ്യുവാൻ ഇടയാക്കിയതും. ഇതിന്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഹല്ലേലൂയ, മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ത്യോക്യയിലെ സഭയിൽ ഒരു പ്രത്യേക വിഷയത്തിന് മുൻപാകെ അവരുടെ പ്രാർത്ഥനയോടിരിക്കുന്ന സമയത്ത് പൗലോസിനെയും ശീലാസിനെയും പ്രവാചകന്മാരായ ശുശ്രൂഷകരെ അവരുടെ അരികിലേക്ക് അയച്ചിട്ട് അവർ പല വചനങ്ങളും പറഞ്ഞ് അവനവരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. അപ്പൊ നമുക്ക് ആമേൻ, ഹല്ലേലൂയ. യൂദായും ശീലാസും എന്താ ചെയ്തത്? സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. അന്ത്യോക്യയിലെ സഭയിൽ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ആരാ ഉറപ്പിച്ചത്? ആമേൻ, ഹല്ലേലൂയ. അഭിഷേകമുള്ള പ്രവാചന ശുശ്രൂഷയുള്ള അഭിഷക്തന്മാർ. നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതായിരിക്കണം പ്രവചന ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതായിരിക്കണം പ്രവചന ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, 1-2 വേദഭാഗങ്ങൾ വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതിന്റെ 14-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും. പ്രവചിക്കുന്നവൻ നമ്മളിപ്പോ വായിച്ചു. അന്ത്യോക്യയിലെ സഭയിൽ ജനത്തെ ഉറപ്പിച്ചത് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന യൂദായും ശീലാസുമായിരുന്നു. ആമേൻ. ഒന്ന് ജനത്തെ ഉറപ്പിക്കുക. എന്തിൽ ഉറപ്പിക്കണം? വിശ്വാസത്തിൽ ഉറപ്പിക്കണം. അവരുടെ പ്രത്യാശയിൽ ഉറപ്പുള്ളവരാക്കി തീർക്കണം. അടുത്തത് വായിച്ചത് 14-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. നോക്കണം, പ്രവചിക്കുന്നവൻ എന്താ പറഞ്ഞത്? പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും. ഇപ്പൊ പ്രവചിക്കുന്നവന്റെ ശുശ്രൂഷ നിമിത്തം എന്തുണ്ടാകും? ആത്മീയ വർധനവുണ്ടാകും. എനിക്കും നിങ്ങൾക്കും ആത്മീയ വർധനവ് വരുത്താത്ത ശുശ്രൂഷകൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളല്ല. മനസ്സിലായോ? ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരാ. നാം നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മോട് ഹൃദ്യമായി ആ പ്രശ്നങ്ങളെ പരിഹരിക്കുമെന്നും ഇത്രാം മാസം ഇത്രാം തീയതി ജീവിതത്തിന് വിടുതൽ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി വലിയ സന്തോഷമാണ്. ഈ സന്തോഷം ശരിക്കും ജഡത്തിൽ അനുഭവിക്കുന്നത്. എന്നാൽ നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്,
വചനത്തിന് അടിസ്ഥാനം പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആത്മീയ വർധന വരുത്തിട്ട ഒരു ശുശ്രൂഷയും, അത് പ്രവചന ശുശ്രൂഷയല്ല, പ്രവാചക ശുശ്രൂഷയുള്ളവരെ ഞാൻ മാനിക്കുന്നു, നിങ്ങളെ മാനിക്കുന്നു. നിങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങളൊന്ന് വിലയിരുത്തണം. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് പ്രവാചക ശുശ്രൂഷ ഉള്ളവരിന്റെ അകത്തുണ്ടെന്നറിയാം. അവൻ വരും കാലത്തെ കുറിച്ച് പ്രവചിക്കുന്ന ഒരാത്മാവല്ല നമുക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു വന്നിരുന്നില്ലേ? കൊണ്ട് ഫലം പറയിപ്പിച്ചില്ലേ? കൈ നോക്കി ഫലം പറയിപ്പിച്ചില്ലേ? നാളെ കുറിച്ച് പല ഫലം പറയിപ്പിച്ചില്ലേ? പല മാർഗങ്ങളും ഉപയോഗിച്ചില്ലേ? അവരിൽ വ്യാപരിച്ച അതേ സ്പിരിറ്റാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ ആ സ്പിരിറ്റിനെ തിരിച്ചറിയണം. പറഞ്ഞു മനസ്സിലായോ? മുഖം നോക്കി ലക്ഷണം പറയുന്നതും, ആമേൻ സ്തോത്രം, നാളെ നോക്കി ലക്ഷണം പറയുന്നതും, ജനിച്ച സമയം നോക്കി ലക്ഷണം പറയുന്നതും, ആമേൻ കൈ നോക്കി കൈരേഖ നോക്കി ലക്ഷണം പറയുന്നതും, ആ ലക്ഷണം പറയുന്നവരിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് അല്ല നമ്മുടെ സ്പിരിറ്റ്. ദൈവം തരുന്ന പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കേ. പ്രവാചക ശുശ്രൂഷ കൊതിക്കുന്നവർ ഒന്ന് വായിച്ചു നോക്കിക്കേ. 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. പ്രവചിക്കുന്നവൻ ആത്മീക വർധനയ്ക്കും, ആത്മീയ വർധനയ്ക്ക്, പ്രവചിക്കുന്നവൻ ആത്മീയ വർധനയ്ക്ക്. അപ്പൊ ആർക്കാണ് ആത്മീയ വർധനവ്? 4-ാമത്തെ വാക്യം വായിച്ചേ. 4-ാമത്തെ വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. ഇപ്പൊ നോക്കണം, സഭയ്ക്കകത്ത് പ്രവചിക്കുന്നവൻ സഭയ്ക്കാണ് ആത്മീയ വർധന വരുത്തുന്നത്. മനസ്സിലായോ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. ഈ നാളുകളിലെ പ്രവചനമൊക്കെ കാണുമ്പോൾ വലിയ സങ്കടമാണ്. ഞാൻ നിന്നെ മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ വിടും, ഇല്ലേ? ഡോളർ പെയ്യുന്ന നാട്ടിലേക്ക് നീ പോകാൻ പോവുക, മഞ്ഞ് പെയ്യുന്ന നാട്ടിലേക്ക് നീ പോകാൻ പോവുക, ഞാൻ നിന്നെ സിനിമാക്കാരനാക്കും. നമ്മൾ ഈ നാട്ടിൽ കേട്ട പ്രവചനമൊക്കെയാ, ഞാൻ നിന്നെ സിനിമാക്കാരനാക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതല്ല പ്രവചനം. പ്രവചനം ശരിക്കും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പറഞ്ഞെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കുറവിനെ കുറിച്ച് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുറവിനെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രവചന ദൂത് നിങ്ങൾ ഈ നാളിൽ കേട്ടിട്ട് എത്ര നാളുകളായി? വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ വിളിച്ച് വേദനിച്ച് നിങ്ങളുടെ അരികിലേക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുറവിനെ ചൂണ്ടിക്കാട്ടി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കുറവില്ലാത്തവരാണോ? ഞാൻ കുറവില്ലാത്ത വ്യക്തിയാണോ? എന്നോടോ നിങ്ങളോടോ പറഞ്ഞിട്ടുണ്ടോ ഈ നിലയിൽ പോയാൽ അങ്ങ് പോകത്തില്ല? എത്ര ദൂത് കേട്ടിട്ടുണ്ട്? സ്വർഗീയ യെരൂശലേമിലേക്ക് പോകാൻ നമ്മളെ വിളിച്ചത് മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ പോകാൻ വേണ്ടി അല്ല. മഞ്ഞ് പെയ്യുന്ന നാട്ടിലൊക്കെ ദൈവം വിട്ടോട്ട്, സന്തോഷമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഏത് നാട്ടിൽ വിടാൻ വേണ്ടിയാ ദൈവം അടിസ്ഥാനമിട്ടതും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധന്മാർ വസിക്കാൻ പോകുന്നതുമായ ഉറപ്പുള്ള അടിസ്ഥാനമായി ഉറപ്പുള്ള പട്ടണമായ സ്വർഗീയ യെരൂശലേമിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ആ ദൂത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ? മോനെ നിന്നെ വിളിച്ചത്, മോളെ നിന്നെ വിളിച്ചത് സ്വർഗീയ യെരൂശലേമിലേക്കാണ്. എത്ര പേര് ദൂത് പറഞ്ഞിട്ടുണ്ട്? മക്കളെ നിങ്ങളാലും കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ ദൂതുകളെല്ലാം ഭൗമികമായ തലത്തിൽ, ഇനി ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതുകൾ പറയുന്നതും കേൾക്കുന്നതുമാണ്. അങ്ങനെ ദൂത് പറയുന്നവരെയാണ് നമുക്കിഷ്ടം. കാര്യം ദൈവനോട് സംസാരിച്ചു, ഇവിടെ ദൈവന്റെ പാപത്തെ കുറിച്ച് സംസാരിച്ചെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നീ ആ സങ്കടത്തോട് പോയി ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷയിലൂടെ എന്നോടാ സംസാരിച്ചു, എന്റെ അടുക്ക് വന്ന് ദൂത് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ പറയും? ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മിലുള്ള പാപത്തെക്കുറിച്ച് യഥാർത്ഥ പ്രവാചക ശുശ്രൂഷ എന്താണെന്നറിയാമോ? ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഹൃദയത്തെ ജനത്തിന് പങ്കുവെക്കുന്നതാണ് യഥാർത്ഥ പ്രവാചക ശുശ്രൂഷ. ഇവിടെ പായിക്കുന്നത് സഭയ്ക്കത് ആത്മീയ വർധനവാ. നിങ്ങൾ പ്രവചിക്കണം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ മേലൊരു പ്രവാചക ശുശ്രൂഷ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സർവശക്തനായ യഹോവ ആമേൻ സ്തോത്രം
തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേദനിക്കുന്നവരുടെ മേൽ മാത്രം ആത്മാവിനെ പകരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ദാസനാകുന്ന മോശ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഈ പഴയ നിയമ വിശുദ്ധന്മാർ ഇവരെല്ലാം ഇസ്രായേലെല്ലാം ദൈവത്തിന്റെ പ്രവാചകന്മാരായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അപ്പൊ ഈ സ്തോത്രം അതേ കാഴ്ചപ്പാട് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട നയിക്കപ്പെട്ടതായ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന വിശേഷാൽ നിങ്ങളെല്ലാവരും പ്രവചനവരം വാഞ്ചിക്കുവീൻ. ദൈവസഭയോട് ദൈവമക്കളോട് പറയുക, പഴയ നിയമത്തിൽ വിശുദ്ധന്മാരെ കുറിച്ച്, പഴയ വിശുദ്ധന്മാരായ ഇസ്രായേൽ ജനത്തെ കുറിച്ച് മോശ പറഞ്ഞത് അവരെല്ലാവരും പ്രവാചകന്മാരായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവരെല്ലാവരും പ്രവാചകാത്മ ശുശ്രൂഷ കൊടുക്കണമേ എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശേഷാൽ നാം എല്ലാവരും പ്രവചനവരം വാഞ്ചിക്കുകയും, അപ്പൊ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്ന, പ്രവചനവരം വാഞ്ചിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഇത് പകൽക്കാലം പറയട്ടെ, പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുന്നതാണ് ഈ ഒരു നിയോഗം. നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്നത് അവൻ പാപത്തെ കുറിച്ച്, ഘടനയ്ക്കൊന്നും വ്യത്യാസമില്ല, പരിശുദ്ധാത്മാവിന്റെ ഘടനയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തിന് വ്യത്യാസമില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾ ഒന്ന് തന്നെയാണ്. അവൻ ഇവിടെ വായിക്കുന്ന ജനത്തെ ദൈവത്തിലേക്ക് ഒരുക്കുന്ന ശുശ്രൂഷ യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞു. പഴയ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു. ഈ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? അതുകൊണ്ട് പാപബോധം ഉണ്ടാക്കാൻ നമുക്ക് എങ്ങനെ ആത്മീയവർദ്ധനം ഉണ്ടാകുന്നത്? ഹൃദയത്തിനകത്ത് പാപം വെച്ചുകൊണ്ട്, ഹൃദയത്തിനകത്ത് അശുദ്ധി വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, നിരപ്പില്ലാതെ മനുഷ്യനോടായിക്കോട്ടെ വ്യക്തികളോടായിക്കോട്ടെ ദൈവത്തോടായിക്കോട്ടെ നിരപ്പ് പ്രാപിക്കാതെ ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന പ്രവാചക ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായി പറഞ്ഞത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. മക്കളെ, പ്രിയപ്പെട്ടവരെ, പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മീയ വർധനവ് നൽകുന്നതാണ്. അത് സഭയ്ക്ക് ആത്മീയ വർധന നൽകും. അവിടെയാണ് നമ്മൾ മുമ്പ് വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം 15-32 വായിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പത്തിന്റെ നടുവിലേക്ക് പോകുന്ന ഘട്ടത്തിൽ യൂദാസിനെയും ശീലാസിനെയും അന്ത്യോക്യയിലെ സഭയിലേക്ക് അയച്ചു. അവർ സഹോദരന്മാരെ പറഞ്ഞ് പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതല്ല. ഇന്നത്തെ ഒരു കുഴപ്പം, ഒരു വിഷയത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ വിഷയം പറയാതിരിക്കുകയാണെങ്കിൽ 4 പ്രവാചകന്മാരെ വിളിച്ചാൽ 4 രീതി പറയും. എല്ലാവരുടെ ഉള്ളിൽ ഒരേ ആത്മാവാണെങ്കിൽ 4 രീതി പറയുമോ? നിങ്ങൾ സംശയം നോക്കിയോ? ഇപ്പൊ ഇവർ ആരാ യഥാർത്ഥ പ്രവാചകന്മാർ? ആമേൻ. ഒരു വിഷയത്തിൽ ആലോചന വെച്ചാൽ 4 രീതി പറയുന്ന 4 പേരുണ്ടെങ്കിൽ 4 രീതി പറയും. 10 പേരുണ്ടെങ്കിൽ 10 രീതി പറയും. യഹോവയുടെ ആത്മാവായിരിക്കട്ടെ നമ്മെ നയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കണം നമ്മെ നയിക്കട്ടെ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഈ സഭയില് ഈ കൃപാപര പ്രാപ്തർ എന്ന് പറഞ്ഞ അവൻ എനിക്ക് നല്ല ബോധ്യമില്ലാത്തവരൊന്നും ഞാൻ എൻ്റെ അകത്ത് വിളിക്കേറ്റല്ല. അല്ലാതെ എത്രയോ പേരെന്നെ വിളിക്കത്തുള്ളതറിയാമോ? ഒരു മീറ്റിംഗ് ആമേ ഹല്ലേലൂയ. നമുക്ക് വചനം കേട്ട് പഠിച്ച് വളർന്നു വേണം പോവാൻ. ആമേ ആലോചന കേട്ട് ദൂത് കേട്ടുമൊക്കെ ജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതില്ലാതെ പിന്നെ ജീവിക്കാൻ കഴിയത്തില്ല. വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. നിന്റെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ, നിന്റെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമെന്ന ഭക്തൻ പറഞ്ഞത്. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിലാണെങ്കിൽ, അത് അവിടുത്തെ വചനത്തിലൂടെയാണെങ്കിൽ അതാ നമുക്ക് വേണ്ടത്. ആമേൻ. പ്രവാചക ശുശ്രൂഷ എന്ന് പറഞ്ഞ് വായിച്ച് 14-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർദ്ധന വരുത്തുന്നു. അന്യഭാഷ വേണ്ടെന്നല്ല, അന്യഭാഷ നിന്നുപോയിട്ടില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷ എന്തിനാ സംസാരിക്കണം? അന്യഭാഷ പ്രാപിക്കണം എന്തിനാ സോദരന്മാരോട് പറഞ്ഞറിയാമോ?
സഹോദരിമാരുടെ കുഞ്ഞുങ്ങളുടെ എന്തിനാ പറയുന്നത് അറിയാം? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അകത്തെ മനുഷ്യനൊരു ആർദ്രത വേണ്ടേ? അന്യഭാഷയിൽ സംസാരിക്കാൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന. ഇനി അതവിടെ നിൽക്കട്ടെ, അതൊന്നും അതിലേക്ക് വരാം. അതിന് മുമ്പ് അന്യഭാഷ പറയണം, അല്ലെങ്കിൽ അന്യഭാഷയിൽ ആരാധിക്കാനൊക്കെ ദൈവം ഇവരെ സഹായിക്കണം, അന്യഭാഷ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പറഞ്ഞില്ലേ? ഒരു വാങ്ങടെ വായിക്കാം. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആ വാക്യം എവിടെയാ? 14-2 വാക്യം. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും. സ്നേഹത്തെ കുറിച്ചല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കാൻ ദൈവത്തോട് സംസാരിക്കുന്നു. അടുത്തത് ആരും തിരിച്ചറിയുന്നില്ല. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തും. അങ്ങനെ നമ്മളിപ്പോ അവിടെ വായിച്ചതല്ലേ? തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അപ്പൊ നമുക്ക് ആത്മീയ വർധന വേണ്ടേ? ചർച്ച പോയത് ചുമ്മാ ഒരു ഇളക്കപ്പെരുപ്പത്തിനാണോ പോകുന്നേ? ആമേൻ. തനിക്ക് താൻ ആത്മീയ വർധന. നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യനും ആത്മീയ വർധന പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ നിരന്തരം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ഏകദേശം 1.5 ആഴ്ച മുമ്പ് ഞാനിവിടെ 1-2 പേരോട് പങ്കുവെച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടൊരു കാര്യമാണ്. ഇടയന്മാർ ശണ്ടയിടാത്ത ചിലതിനെ ദൈവം നിനക്ക് തരും എന്നോട് പറഞ്ഞു. അത് പറയാൻ കാര്യം, സഭയിലേക്ക് വരുമെന്ന് സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയവരും സഭയ്ക്കകത്ത് വന്നവരും അവരെ ഓരോരോ സഭക്കാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഹൃദയത്തിനകത്ത് ഒത്തിരി വിഷമമുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. നമ്മൾ ആരെയും ഒരു സഭയിൽ നിന്നും കവർന്നുകൊണ്ട് വരാറില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ വിഷമത്തിന്റെ മുമ്പിലൂടെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് എനിക്കൊരു 2 ആഴ്ച മുമ്പ് ഹല്ലേലൂയ, സ്തോത്രം, ദൈവാത്മാവ് എന്നോട് പറഞ്ഞാ ഇടയന്മാർ ശണ്ടയിടാത്തത്. ആ വാക്ക് അങ്ങനെ എവിടെയായിരുന്നു? ഇസ്ഹാക്കിന്റെ കാലഘട്ടത്തിൽ അബ്രഹാമിന്റെ മുൻപുണ്ടായിരുന്ന കിണറുകൾ കുഴിച്ചപ്പോൾ ഫെലിസ്തീനിലെ ഇടയന്മാർ എന്ന പദം അവിടെ ഇടയന്മാർ ഇസ്ഹാക്കിന്റെ ബാല്യക്കാരോട് സ്തോത്രം ശണ്ടയിട്ടു. 1ാമത്തെ കിണർ കുഴിച്ചു, ശണ്ടയിട്ടു. ആരാ ശണ്ടയിട്ടത്? ഞാനവിടെ വായിച്ചു. പിന്നെ നോക്കി ദൈവാത്മാവരോട് പറഞ്ഞ ഇടയന്മാർ ശണ്ടയിടാത്ത ചില. അപ്പൊ ഞാനോട് ദൈവമേ അങ്ങനാണോ പറഞ്ഞത്? അത് ബാല്യക്കാരനാണോ എഴുതിയേക്കുന്നത്? ഇടയന്മാർ ശണ്ടയിട്ടു എന്ന് എഴുതിയേക്കുന്നത്. ഇടയന്മാർ ശണ്ടയിടാത്ത ചിലതിനെ തമ്പുരാൻ തരുമെന്ന് എന്നോട്. അത് വ്യക്തിപരമായ ദൂത കേട്ടോ. ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. ദൈവാത്മാവിനാൽ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ അത് ഏറ്റെടുക്കുവാനും കേൾക്കുവാനും ഇടയായിത്തീരും. ഈ അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും കാണാൻ കഴിയുമോ? ഒന്നും കാണത്തില്ലല്ലോ. എന്നാൽ ഇതിനകത്തൂടെ പോകുന്ന റേഡിയോ തരംഗങ്ങളെ റിസീവ് ചെയ്യുന്ന ഒരു ആന്റിന ആ റേഡിയോയ്ക്കുണ്ടെങ്കിൽ ആ ശബ്ദവീഴ്ചകളെ ആന്റിന പിടിച്ചെടുത്തിട്ട് സ്പീക്കറിലൂടെ നമ്മെ അത് കേൾപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനം. ആത്മാവ് നമ്മുടെ ദൈവാത്മാവ് നമ്മുടെ കാതുകളെ തുറന്ന് കേൾപ്പിച്ചിട്ട് പറയും, ദൂത് നിന്നോടാ. ചൂടാവാന വൈഡര ശബ്ദരാധകൻ. ലോക മനുഷ്യൻ അതൊന്നും കേൾക്കാൻ കഴിയത്തില്ല. ഞാൻ ചോദിച്ചേ, ഒരു സാധാരണ എനിക്കോ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും കാണാൻ ശബ്ദ തരംഗങ്ങൾ കേൾക്കാൻ സാധിക്കും. അതാണ് ഇതേ സമയത്ത് ഇവിടെ റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. FM സ്റ്റേഷൻ നിരന്തരം 24 മണിക്കൂർ ഇവിടെ കത്തറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു ശബ്ദത്തെ നീ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? ഒരു ആന്റിന ഇല്ല. അത് റിസീവ് ചെയ്യുവാൻ ഒരു ആന്റിന ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ നിലയിലല്ല എന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ച ഒരു ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം ബിൽഡ് ചെയ്തിരിക്കുന്നത് അവന്റെ ആത്മാവ് എന്റെ അകത്തെ മനുഷ്യൻ വ്യാപരിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു നല്ല കാതുള്ളവരായിട്ട് ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ പറയുന്നത്, സഭയോട് ദൂത് പറയുമ്പോൾ കേൾപ്പാൻ കാതുള്ളവർ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആത്മീയ കാത് കൊടുത്താണെങ്കിൽ ഇന്ന് പകൽക്കാലം
കാലം ആത്മീയ കാതുള്ള ഓരോ മനുഷ്യനെ സംബന്ധിച്ചോട്ടും വചനം കേട്ടു കഴിയുമ്പോൾ അത് റിസീവ് ചെയ്യുവാൻ, അതിനെ സ്വീകരിക്കുവാൻ ആ മനുഷ്യനെ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്ന സമയം പോയി. പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മീയ വർധന വരുത്തുക. ആർക്ക് ആത്മീയ വരുത്തുക? ആമേൻ, സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുക. നിങ്ങൾ ആരോട് ചെന്ന് സംസാരിച്ചാൽ അവർക്കും ആത്മീയ വർധന വരും. ആമേൻ, ഹല്ലേലൂയ. ഇത് ഭൂതം ഭാവി പറയുന്ന, വർത്തമാനം പറയുന്ന, സന്തോഷിപ്പിക്കുന്ന, സൂചിപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല. ആമേൻ, അതും ഇതിന്റെ അകത്ത് വരാം. എന്നാൽ അത് മാത്രം പറയുന്നവർ, അവൻ വൈറ്റിപ്പിഴപ്പനായിട്ട് പറയുന്ന, അത് മാത്രം പറയുന്നവർ നിത്യതയിലേക്ക് നിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താതെ നിന്നെ സൂചിപ്പിക്കുന്ന ശുശ്രൂഷ മാത്രം പറഞ്ഞെങ്കിൽ അത് വൈറ്റിപ്പിഴപ്പിന്റെ ശുശ്രൂഷയാണ്. മനസ്സിലായോ? നമ്മൾ ഇതുവരെ കേട്ടുവന്ന പ്രവചനദൂതെല്ലാം ആമേൻ, ഹല്ലേലൂയ, ഇതിന് ഘടകവിരുദ്ധമാണെങ്കിൽ ഞാൻ അവരെ ഒന്നും അടച്ചാക്ഷേപിക്കല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പഠിക്കണം. പ്രവാചക ശുശ്രൂഷ എന്താണെന്ന് പറഞ്ഞത്? പുതിയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ട്. ആമേൻ, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആ പ്രവാചകന്മാരുടെ ശുശ്രൂഷ, പ്രവചനാത്മാവുള്ള സഹോദരിമാരുടെ ശുശ്രൂഷ, അവരെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാട് എന്താണ്? നമ്മെ ദൈവത്തെങ്കിലും തിരിക്കുകയാണ്. മനസ്സിലായോ? ഇനി വായിക്കാം. 14-ാമത്തെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി, ആശ്വാസം പ്രവചിക്കുന്നതിനകത്ത് ആശ്വാസമുണ്ട്. പക്ഷെ ആശ്വാസം മാത്രമാണോ? ആശ്വാസം മാത്രമാണോ? നമ്മൾ കടത്തിന്റെ മുമ്പിൽ ഞെരുങ്ങി കടഭാരത്താൽ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ദൈവം പറയാണ്, ദൈവം നിന്റെ കടം മാറ്റും. കടം മാറ്റം എന്ന് പറയുന്നത് അതൊരു ആശ്വാസമാണ്. ദൈവം നിനക്ക് രോഗസൗഖ്യം തരും, ആശ്വാസമാണ്. അത് സംഭവിക്കും. എന്നാൽ നമുക്ക് ആത്മീയ വർധനകൂടെ ആ ശുശ്രൂഷയുടെ ലഭ്യമായി തരണം. മനസ്സിലായോ പറഞ്ഞ? ഹല്ലേലൂയ. എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, ആത്മീയ മനുഷ്യനും ആ തലത്തിലായിരിക്കണം രൂപകൽപ്പന ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പ്രവചിക്കുമ്പോൾ നിശ്ചയമായും വചനത്തിന്റെ അടിസ്ഥാനക്കകത്തുനിന്ന് പ്രവചിക്കണം. അവൻ അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി നീ ഈ തലത്തിൽ ക്രമീകരിക്കപ്പെടാൻ ഇടയായി തീർന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, മാനിക്കും. ദൈവാത്മാവ് നിനക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം. ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ദൈവാത്മാവ് നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുന്നു, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം. പക്ഷെങ്കിൽ എന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുത്തി കൊടുക്കണം. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? ഇനി എത്ര പേര് ഈ ശുശ്രൂഷ കൊതിക്കും? ശരിക്കും ഈ ശുശ്രൂഷ ചെയ്ത, ഞാൻ പറഞ്ഞ പഴയ നിയമത്തിന്റെ പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ പറഞ്ഞു. അവർ കൂടാതെ പ്രവാചകന്മാരെ കുറിച്ച് ബൈബിൾ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നാദാം പ്രവാചകൻ, അവൻ പുസ്തകം എഴുതാത്ത പ്രവാചകന്മാർ വേറെ ഉണ്ട്. ഇവരുടെയൊക്കെ ശുശ്രൂഷയുടെ കാലഘട്ടം എടുത്തു നോക്കുമ്പോൾ ഇവരാരും തന്നെ മാനിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ, യെശയ്യാവിനെ കുറിച്ച് പറയുമ്പോൾ, യെശയ്യാവിനെ രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ഇരമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ ഇരമ്യാവും അവൻ ഈ വിശ്വാസ നിമിത്തം തകർക്കപ്പെടുകയായിരുന്നു, കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു ബാബേൽ പ്രവാസ കാലഘട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, അശ്ശൂർ പുരോഹിതൻ ഉൾപ്പെടെ അവൻ ഏലിയാവിനെ അടിക്കുവാനിടയായി തീർന്നു. എന്താ കാര്യം? ദൈവം പറഞ്ഞ നിമിത്തം. ദൈവം പറഞ്ഞ ദൂത് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം നിങ്ങൾക്ക് തന്നെ സന്തോഷമായി വരത്തില്ല. ദൈവം പറഞ്ഞ ദൂത് പറയുമ്പോൾ നീ ക്രമീകരിക്കപ്പെടണം, നിന്റെ ജീവിതത്തിൽ നീ ക്രമീകരിക്കപ്പെടണം, നീ അനുഗ്രഹിക്കപ്പെടുന്നത് പറയുമ്പോൾ, ക്രമീകരണം ആദ്യം പറയുമ്പോൾ അവൻ സ്തോത്രം, അതിനെ ഏറ്റെടുക്കാൻ കഴിയാത്തവർ നിങ്ങൾ ഹാർദമായി സ്വീകരിച്ചത് വരത്തില്ല. ഇരമ്യാവിനെ സ്വീകരിച്ചില്ല. ഇരമ്യാവിനെ അവൻ അത്തരത്തിൽ അവർ പെരുമാറി. അതുകൊണ്ട് കാവൽപ്പുരത്തിൽ അടയ്ക്കപ്പെട്ടതായി ഇരമ്യാവിനെ പിന്നെ നമ്മൾ കാണുകയാണ്. ആ ഇരമ്യാവിന് അവൻ കണ്ണനിന്റെ പ്രവാചകൻ എന്നാ അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു യഥാർത്ഥ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് അവൻ പട്ടുപത്തിയിൽ ഇരിക്കുന്ന അനുഭവമല്ല. എന്നാൽ ഇന്നത്തെ പ്രവാചകന്മാർ പട്ടുപത്തിയിൽ, റോൾസ് റോയ്സ് കാറിൽ, ഇന്നത്തെ പ്രവാചകന്മാർ അവൻ ലക്ഷങ്ങളുടെ വിലമതിപ്പുള്ള വാഹനങ്ങളിൽ, ആഡംബര ഭവനങ്ങളിൽ താമസിക്കും.
താമസിക്കുന്ന പ്രവാചകന്മാരെ നമ്മൾ കാണുന്നില്ലേ? ഇവിടെ നിങ്ങൾക്കറിയാമോ, ഒരു വല്ലാത്ത പ്രതിഭാസം പറയാം. ഹല്ലേലൂയ. ഈ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. മനുഷ്യരായി നമ്മുടെ നടുവിൽ നടക്കുന്ന പ്രതിഭാസം പറയട്ടെ. യഥാർത്ഥത്തിൽ കഥാവിന് വില ചെയ്യുന്ന ദൈവത്തിന്റെ വചനത്തെ മറകൂടാതെ പറയുന്ന ഏതെങ്കിലും ദൈവാസമാർ വന്നാൽ അവർക്ക് ഈ ദേശത്ത് ശുശ്രൂഷയിൽ, ഈ ദേശത്ത് മാത്രമല്ല എവിടെ ചെന്നാലും ഒരു ശുശ്രൂഷ കുറവാണ്. അല്ലെ അവര് അറിയപ്പെടുന്ന അവൻ ഹല്ലേലൂയ സ്തോത്രം, അവൻ ഹല്ലേലൂയ അത്തരത്തിലുള്ള ആളുകളായിരിക്കണം. തലയെ പിടിച്ച് രണ്ട് കുലുക്കം കുലുക്കി നിന്നെ അനുഗ്രഹിക്കുമെന്നും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരാൻ പോകുകയാണെന്നും പറയുന്ന ആളുകളെ നിമിഷ നേരം കൊണ്ട് ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ചുമന്നുകൊണ്ടൊക്കെ പോവുക. അവർക്കെല്ലാം കേൾക്കേണ്ടത് അതാ. യിരെമ്യാവിന്റെ പുസ്തകത്തിന്റെ ഭാഗമുണ്ട്. ഞാനിങ്ങനെ ആയാൽ സ്തോത്രം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ആമേൻ ഹല്ലേലൂയ. അവൻ ഇങ്ങനെ ആയാൽ എന്തായിത്തീരും? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണമേ. ശരിക്കും ഈ പ്രവാചക ശുശ്രൂഷയിലേക്ക് വന്ന ദൈവം പ്രവാചക ശുശ്രൂഷ കൊടുത്ത പലരെയും തെറ്റിച്ചു കളഞ്ഞ ആരാന്നറിയാമോ? നമ്മളാ. ആമേൻ ഹല്ലേലൂയ. നമ്മളാ. അവനെ ഒരു വാക്ക് വായിച്ചേ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 31 വാക്യം 30-31 വാക്യം ഇത് വായിച്ചേ. യിരെമ്യാവ് 5:30-31. വിസ്മയവും ഭയങ്കരമായ ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാർക്കും അവൻ അവരോട് ഒരു കൈയായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാചകന്മാർ വന്നാൽ ഇവരെ ആദ്യം സ്വീകരിച്ചു കൊണ്ടുവന്ന് സഭയ്ക്കകത്ത് മീറ്റിംഗ് കൊടുത്ത് അവൻ ഹല്ലേലൂയ അവൻ ജനത്തെ പിടിച്ചുറപ്പിച്ച്, ഇനി അതല്ലെങ്കിൽ അവൻ 2-3 ആടുകൾക്ക് ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ, വിശ്വാസം വരെ താല്പര്യപ്പെടുന്ന കുടുംബം അല്ലെങ്കിൽ അവൻ ഹല്ലേലൂയ വിശ്വാസം വരുമ്പോൾ നമുക്ക് ഉറപ്പുള്ള കുടുംബം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരോട് സംസാരിച്ച് അവരെ കൂട്ടിക്കൊണ്ട് സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ദൈവത്തിന്റെ അരുളപ്പാടിനെ അറിയിക്കുന്നതാണ് പ്രവചനമെങ്കിൽ, നിത്യതയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നതാണ് പ്രവചന ശുശ്രൂഷയെങ്കിൽ, ഇങ്ങനെയല്ല വേണ്ടത്. വേദപുസ്തകയുടെ യിരെമ്യാവിന്റെ പുസ്തകം ഇപ്പോൾ വായിച്ച ഭാഗം. അപ്പോ ജനത്തിനെല്ലാം ഇത് മതിയെങ്കിൽ, പുരോഹിതന്മാർക്ക് ഇത് മതി, സഭയ്ക്ക് ഇത് മതിയെങ്കിൽ, ശരിക്കും ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചു വന്നിരിച്ചവരാ അവൻ ഹല്ലേലൂയ. അവരും ഒന്ന് റൂട്ട് മാറ്റി. എന്താ റൂട്ട് മാറ്റിയെങ്കിൽ മാത്രമേ അവർക്ക് വല്ലോ മനസ്സിലായോ? എന്താ കാര്യം? ശരിക്കും ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് മുള്ളിന്റെയും വേദനയുടെയും കണ്ണുനിന്റെ ശുശ്രൂഷയാ. വായിക്കാം. അടുത്ത ഭാഗം വായിച്ചേ. അപ്പൊ ഒന്നുകൂടെ വായിച്ചേ. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒത്തുചേരുന്നു. എന്റെ ജനത്തിനോ ജനത്തിന്റെ ഇഷ്ടം ഇതാ ഈ ജനത്തിന്റെ സ്പന്ദനം അറിയുന്ന ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷകന്മാരെ ഇവരെ വിളിച്ചോണ്ട് പോകുന്ന കാര്യം മനസ്സിലായോ? സഭയെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം മനസ്സിലായോ? ജനത്തിന്റെ ഇഷ്ടം അതാ. അപ്പൊ ജനത്തിന്റെ ഇഷ്ടത്തിലേക്ക് ജനത്തെ സുഖിപ്പിക്കുവാൻ വേണ്ടി, മനസ്സിലായോ? ഈ ഞാനൊന്ന് ശ്രദ്ധിക്കുവായിരുന്നേ. ശരിക്കും വചനം പറഞ്ഞു പോകുന്നു ആർക്കും ഒരു സ്വോത്രം പോലും വരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും സ്വോത്രം പറഞ്ഞു? ഇത്രയും നേരം സ്വോത്രം പറഞ്ഞു ആരെങ്കിലും നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കും. ശരിക്കും ഞാൻ പറയാം, വചനത്തിനല്ലേ പറഞ്ഞത്. നിങ്ങൾ ഒറ്റ കുഞ്ഞിന് സ്വോത്രം പറഞ്ഞു. നേരെ കുറച്ചൊരു പ്രവാചകം വന്നിട്ട് 2 ആരാധന പറഞ്ഞിട്ട് ഇവിടെ വെളിപ്പെടാത്ത അന്യഭാഷയില്ല. അന്യഭാഷ പറയാത്തവർ അന്യഭാഷ അന്നേരം ഇല്ലേ? നിങ്ങൾക്കൊരു സ്വോത്രമെങ്കിലും വന്നാൽ മനസ്സിലായി എന്താ കാര്യം? നമ്മുടെ ഇഷ്ടം ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ തുറന്ന് കാണിച്ചതിന് സങ്കടമുണ്ടോ? അത് എന്നോട് ഇപ്പൊ സ്നേഹമുണ്ടോ? നമ്മുടെ സ്പിരിച്വൽ ലെവൽ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായോ? സഹോദരന്മാരെ നമ്മുടെ സ്പിരിച്വൽ ലെവൽ എന്താന്ന് നമുക്ക് മനസ്സിലായോ? ജനത്തിനും അതിഷ്ടമായിരുന്നു. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ ഇതൊക്കെ തന്നെയാണ്. ജനത്തിനും കള്ളപ്രവാചകന്മാർ പുതിയ നിയമത്തിലും ഉണ്ടെന്നേ.
അവൻ ഈ കാലഘട്ടത്തിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനത്തിനൊന്നും ഇഷ്ടമായിരുന്നു. അടുത്ത ഭാഗം ചോദിക്കണം, അടുത്ത ഭാഗത്തിന് പ്രാധാന്യമുണ്ട്. എന്നാൽ ഒടുക്കം ഒരു ന്യായവിധിയുടെ നാൾ നമ്മെ കാത്തിരിക്കുക. കുഞ്ഞെ, പാപത്തെ വിട്ടുമാറി, അധർമ്മത്തെ വിട്ടുമാറി, ദൈവഹിതമല്ലാത്തതിനെ വിട്ടുമാറി, അനുസരണക്കേടിനെ വിട്ടുമാറി നീ ജീവിക്കുന്നില്ലെങ്കിൽ ഒരു ന്യായവിധി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ചില നാളുകൾക്ക് മുമ്പ്, ഏകദേശം കഴിഞ്ഞ മാസത്തിന്റെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം ദൈവാത്മാവ് എന്നോട് അവൻ ആരാധിച്ചുകൊണ്ട് എന്നോട് ഇടപെട്ട ഭാഗമാണ് അനുസരണക്കേട് ദൈവകൃപയെ നഷ്ടപ്പെടുത്തുമെന്ന്. ആ വെള്ളിയാഴ്ച ഞാൻ ആ ദൂത് പറഞ്ഞു. അനുസരണക്കേട് ദൈവകൃപയെ നഷ്ടപ്പെടുത്തും. നോക്കണം, ശ്രദ്ധയോട് കേട്ടെ. നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ തമ്പുരാൻ തന്റെ ആത്മാവിൽ പിന്നെയും നിന്നെ നിറയ്ക്കും. നീ അനുസരണക്കേടിൽ നിൽക്കുന്നുവെങ്കിൽ അവൻ നിന്നിൽ സ്തോത്രം അശുദ്ധിയുടെ ആത്മാവ് വ്യാപരിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. അനുസരണക്കേടിന്റെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, വിഘടനത്തിന്റെ ആത്മാവ്, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അത് കലക്കത്തിന്റെ ദൈവമല്ല, കലക്കത്തിന്റെ ആത്മാവല്ല എന്നൊരു പദപ്രയോഗമുണ്ട്. അപ്പൊ കലക്കമുണ്ടാക്കുന്നത് ചില ആളുകൾ വന്ന് പ്രവചിച്ച് ദൂത് പറഞ്ഞു പോയ സഭയ്ക്കകത്ത് കലക്കമാണ്. ശുശ്രൂഷ ഇല്ലാത്തവരെ നോക്കി പറയും, അവൻ സ്തോത്രം നിന്നെ അടക്കി വച്ചിരിക്കുക, നീ ഉയരുവാൻ ആഗ്രഹമുണ്ട്, നിന്നെ കുറിച്ച് വിളിയുണ്ട്, എന്നാൽ നിനക്ക് അവസരം തരാതെ, നിന്നെ ഉയർത്താതെ, നിന്നെ താഴ്ത്തി വെച്ചുകൊണ്ട്, നിന്നെ ചവിട്ടി താഴ്ത്തുന്ന ആ ഊട്ട സാത്താന്യ പിടി നീ പുറത്തു വരണമെന്ന് പറയും. ഏത് പിടിയാണ്? സഭയുടെ പാസ്റ്റർ ഉദ്ദേശിച്ച പറഞ്ഞു. നീ മനസ്സിലായി വരും. ഹല്ലേലൂയ. ഇങ്ങനെ ദൂത് പറഞ്ഞ ഒത്തിരി പ്രവാചകന്മാരുണ്ട്. ചില പ്രവാചകന്മാർ സഭയ്ക്കകത്ത് സഭ 2ആയി 3ആകും. ഹല്ലേലൂയ. എത്ര ഇടത്ത് എനിക്ക് അനുഭവം, എനിക്ക് നല്ല അറിവുള്ള എത്രയോ കാര്യങ്ങളുണ്ടെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഈ വായിച്ച ഒരു ഭാഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇപ്പൊ വായിക്കാൻ പോകുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ. 1 കൊരിന്ത്യർ ലേഖനം പ്രവാചക ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോഴ 32ാമത്തെ വാക്യം, 14:32. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അവിടെ നിൽക്കട്ടെ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങും. ഇനി ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ, അത് നസ്രയനായ യേശു കർത്താവാണ്. അവൻ പറഞ്ഞു, ഞാൻ യോനായിലും വലിയവനാ. പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാരായി ഇസ്രായേൽ ജനം പ്രവാചകനായി കാണുന്ന യോനായേക്കാൾ വലിയവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആ യോനായ്ക്ക് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന യേശു കർത്താവിന് കീഴ്പ്പെടാത്ത പ്രവചന ശുശ്രൂഷ നടത്തുന്ന കലക്കത്തിന്റെ ആത്മാവിനെ നാം തിരിച്ചറിയണം. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങും. ആദ്യം കീഴടങ്ങേണ്ടി എവിടെയാ? ക്രിസ്തുവിന്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, പ്രവാചക ശുശ്രൂഷയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രവാചകനായി, ഏറ്റവും വലിയ പ്രവാചകനായി ക്രിസ്തുവിന് കീഴടങ്ങണം. അടുത്തത് പ്രവാചകന്മാർക്ക് കീഴടങ്ങും. അടുത്ത പറയുകയാണ്, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. അപ്പൊ കലക്കം കൊണ്ടുവന്നിടുന്നത് പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ തിരിച്ചു ബോധവാന്മാരായിരിക്കണം. അത്തരത്തിലുള്ള കള്ളപ്രവാചകന്മാരും ഉണ്ട് എന്ന് വാസ്തു മനസ്സിലാക്കണം. സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുക, അവിശ്വാസം നമ്മെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു നിർത്തുക, ഇതൊക്കെയാണ് പ്രവചന ശുശ്രൂഷയിലൂടെ നിവൃത്തിയാകേണ്ടത്. ഇന്ന് സഭയ്ക്കകത്ത് പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി ദൈവത്തിന്റെ അരുളപ്പാടാണ് അറിയിക്കുന്ന ഉത്തമബോധത്തോടെ നാം നീക്കുവാനിടയായിത്തീരണം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാം. ഈ ശുശ്രൂഷ കൊതിക്കുന്ന പ്രിയപ്പെട്ടവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ അധമമായത് ഒഴിച്ചു നിർത്തി നീ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായായി തീരും. എങ്ങനെയാ ദൈവത്തിന്റെ വായാകുന്നത്?
അധമമായത് ഒഴിച്ചു നിർത്തണം. ദൈവത്തിന് ഹിതമല്ലാത്ത സംസാരിക്കരുത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവൻ തന്നെ പൗലോസ് പറയാം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം ഇവ വിശുദ്ധന്മാർക്ക് ഉചിതമല്ല. അതിനെ വിട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമം പഠനം ഒരുമിച്ച് കൊണ്ടുപോവാ. പ്രൈസ് ദി ലോർഡ്. അപ്പോ അധമമായത് ഒഴിച്ചു നിർത്തണം. പ്രവാചക ശുശ്രൂഷ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് അറിയിക്കുന്നതിന്റെ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കുവാൻ അകത്തെ ആത്മീയ മനുഷ്യൻ കാത് കൂത് കൂർപ്പിക്കുന്നവരായിരിക്കണം. നിരന്തരം ദൈവസന്നിധിയിൽ ജാഗരിക്കണം. ദൈവം പറയുന്നത് കേൾക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ സഭയ്ക്ക് ആത്മീയ വർദ്ധനവ്, കേൾക്കുന്നവർക്ക് ആത്മീയ വർദ്ധനവ്. ആമേൻ, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ നിങ്ങൾ പറയുന്ന ദൂതിലൂടെ ഒരു വ്യക്തി നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഇടയായിത്തീരണം. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കും. മനുഷ്യർ നിങ്ങളെ മാനിച്ചെന്ന് വരത്തില്ല. നിങ്ങൾ ശരിക്കും ദൂത് പറയാൻ പോയിക്കാൻ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് പലപ്പോഴും ഒത്തിരി ആഗ്രഹമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു ശുശ്രൂഷ കുറച്ചുകൂടെ വിളങ്ങിയിരിക്കണം. അപ്പൊ ഞാനൊരു കാര്യം പറയാം. പല സമയത്ത് ആലോചന ദൈവം തരാറുണ്ട്. പക്ഷെ മനുഷ്യന്റെ പാപത്തെ കുറിച്ചാണ് പലപ്പോഴും മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുന്നത്. ഇനി ഈ ദൂത് പറയാന് അന്യഭാഷ ഒന്നും പറയാൻ, അന്യഭാഷയുടെ അകമ്പടി വേണ്ട. മനസ്സിലായോ? അന്യഭാഷ ഈ പ്രവചിക്കുന്നവൻ അന്യഭാഷയുടെ അകമ്പടിയോടുകൂടി പ്രവചിക്കുന്നതാന്ന് പറഞ്ഞിരിക്കുന്നത് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ കാണുന്ന ഇതിനാണ് അന്യഭാഷ പറഞ്ഞ് പോയി പ്രവചിച്ച് തല കൈവടി. അന്യഭാഷ ഒന്നും പറയണമെന്നൊന്നുമില്ല. പ്രവചിക്കണമെങ്കിൽ ഇത് മുഖത്ത് നോക്കി ആലോചന പറയാൻ സാധിക്കും. പ്രാർത്ഥിക്കണേ. കൊതിക്ക് വിശേഷ പ്രവചനത്തിന് വാഞ്ചിക്കും. കർത്താവ് നിങ്ങളുടെ പ്രവാചകനാണ്. ആമേൻ, ആമേൻ. വചനം ദുർലഭമായിരുന്നു. ദർശനം ഏറെയില്ലാത്ത കാലഘട്ടത്തിൽ ദൈവം സമർപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ, കൊച്ചു പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് ശമൂവേൽ എന്നാണ്. കർത്താവിനെ ഉപയോഗിച്ചു. കർത്താവ് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അവനെ കണ്ട് എഴുന്നേറ്റ്, ഭയത്തോടെ എഴുന്നേറ്റ് നിന്ന ഒരു കൂട്ടം, റെസ്പെക്ട് ചെയ്ത ഒരു കൂട്ടം ജനത്തെ കാണുന്നത്. താൻ മുതൽ വരെ യഹോവയുടെ പ്രവാചകനെ അറിയപ്പെട്ട പ്രവാചകൻ. ഇനി ആ ഒരു മാന്യത നിങ്ങൾക്ക് ലഭിക്കാൻ ദൈവം മതിയായത്. ഇനി ഞാൻ വേഗത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. ഇത് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ. ഇനി ആ ശുശ്രൂഷ കൊതിക്കുന്നെങ്കിൽ ആ ശുശ്രൂഷയുടെ പരിണിതഫലമായി എന്തുണ്ടാകും? പ്രൈസ് ഓഫ് ഹല്ലേലൂയ. അവൻ നമ്മൾ വില കൊടുക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പല ശുശ്രൂഷകരെ സംബന്ധിച്ച് പല പ്രവാചകന്മാരെ, യെരമ്യാവ്, അവൻ ഹല്ലേലൂയ, അവൻ അറുക്കപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. മനശ്ശെ രാജാവിന്റെ കാലഘട്ടത്തിൽ അറുക്കപ്പെട്ടതായി യിരെമ്യാ പ്രവാചകൻ. അവൻ യെശയ്യാ പ്രവാചകൻ. യിരെമ്യാ പ്രവാചകനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നായി എന്ന് പറയുന്നു. യെശയ്യാ പ്രവാചകനെയും ബാബിലോണിന്റെ പ്രവാസത്തിൽ വെച്ച് ജനം അവിടെയും കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ് പറയുന്നത്, പാരമ്പര്യം പറയുന്നത്. അവൻ ബെരഖ്യാവിന്റെ മകനായ സെഖര്യാവിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അവൻ സ്തോത്രം ഈ കല്ലെറിഞ്ഞ് യോഹന്നാൻ സ്നാപകനെ തലവെട്ടി. അവൻ എന്താ പറഞ്ഞത്? അവൻ ഹല്ലേലൂയ, യോഹന്നാനെ നീ വെച്ചുകൊണ്ടിരിക്കുന്നു ഉചിതമല്ല എന്ന് അവൻ ദൈവാലയം പറഞ്ഞു, തലവെട്ടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, വഴി ദൈവത്തിന്റെ പ്രവാചകന്മാർ ആമേൻ ഹല്ലേലൂയ നമ്മൾ കാണുമ്പോഴെല്ലാം പ്രവചന ശുശ്രൂഷ ഭയങ്കര നല്ലതായി തോന്നുമ്പോഴും അതിന്റെ പുറകിൽ ഒത്തിരി സങ്കടവും വേദനയും വില കൊടുക്കുന്ന അനുഭവങ്ങളും ഒക്കെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മക്കളെ, വില കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഈ കോളിംഗ് ഉണ്ടോ? ഈ കോളിംഗ് പ്രവചന ശുശ്രൂഷ എന്ന കോളിംഗ് നോക്കുന്നുണ്ടോ? ഇത് കേട്ടിട്ട് ഉണ്ട് ദൈവം പ്രവാചകനായിട്ട് പ്രവാചകത്തെ വിളിച്ചത് ഉറപ്പുള്ള അവൻ ഹല്ലേലൂയ മുഴക്കാൻ മടക്കില്ലേ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ ശുശ്രൂഷയുടെ ഘടനയെ കുറിച്ച് കേട്ടിട്ട് കർത്താവിനെ വിളിച്ചത് പ്രവാചകനായിട്ടാണ്, കർത്താവിനെ വിളിച്ചത് പ്രവാചകയായിട്ടാണ്. ദൈവം അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. മുഖം നോക്കാതെ ദൈവത്തിന്റെ അരുളപ്പാടിനെ ഞാൻ അറിയിക്കുന്നു. കർത്താവെ, അതിനായി ഞാൻ സമർപ്പിക്കുന്നു. അവൻ ഹല്ലേലൂയ നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യന്റെ മുഖം നോക്കരുത്, സഭയുടെ ആളിന്റെ എണ്ണം നോക്കരുത്. മക്കളെ, നിങ്ങളെ വിളിക്കുന്ന സഭയിലെ ആളിന്റെ എണ്ണം നോക്കരുത്. നിങ്ങളെ വിളിക്കുന്ന സഭ വലുതോ ചെറുതുമാകാം. നിങ്ങളെ വിളിക്കുന്ന മനുഷ്യൻ ഉന്നത പദവിയുള്ളവരോ അല്ലാത്തവരാകാം. ഒരു മനുഷ്യന്റെ പദവിയോ മുഖമോ നോക്കാതെ ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ പ്രാപിച്ച് പറയുന്നത് ഹൃദയത്തിൽ തീരുമാനമെടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്.
ഏലിയോ നമ്മൾ സമസ്വരമുള്ള മനുഷ്യനാണ്. തിസ്ബിനുള്ള തിസ്ബിനാണ് ഏലിയാവിനെ കൊണ്ട് ദൈവം ഒരു രാജാവിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിട്ട് പറഞ്ഞു, യെസ്, ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി മഞ്ഞും മഴ പെയ്യുന്നില്ല. ആലോചന കഠിനമാണ്, എന്നാൽ അതിനു മുമ്പിൽ വരാൻ പോകുന്ന അവൻ ഹല്ലേലൂയ സ്തോത്രം ഭീഷണിയെ അവൻ ഒരിക്കൽ പോലും അവൻ വലുതായി കണ്ടില്ല. പിന്നെ ആലോചന പറയുമ്പോൾ ഏതെങ്കിലും ഭീഷണിയുടെ വാക്കുകൾ നിനക്കെതിരെ ഉയർന്നാൽ, ഈ ലോകത്തിന്റെ ശക്തികൾ നിനക്കെതിരെ, നിന്നെ ഭയപ്പെടുത്തത്തക്കവണ്ണം നിനക്കെതിരെ സംസാരിച്ചാൽ, ആ വാക്കിന് നിങ്ങൾ വില കൊടുക്കരുത്. ആ വാക്കിന് ജീവിത സ്ഥാനം കൊടുക്കരുത്. കഥാവിൽ പറഞ്ഞ കഥാവേ, എനിക്കൊരു കൊതിയുണ്ട്, എന്നെ പ്രവാചകനാക്കണം. എനിക്കൊരു കൊതിയുണ്ട്, എന്നെ പ്രവാദിയാക്കണം. നിന്റെ അർത്ഥപ്പാടിനെ അറിയിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ.